തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ച ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ വനിതാ വോട്ടർമാരിൽ സാരമായ കുറവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം 1000 പുരുഷന്മാർക്ക് 914 സ്ത്രീകൾ എന്ന അനുപാതമാണെങ്കിൽ പട്ടിക പരിഷ്കരണത്തിന് ശേഷം അത് 892 ആണ്. അതായത് 7 മാസത്തിനുള്ളിൽ ഓരോ 1000 പുരുഷന്മാർക്ക് 22 സ്ത്രീകളുടെ കുറവ്. ബീഹാറിലെ 11 ജില്ലകളിൽ മാത്രമാണ് നിലവിൽ വനിതാ വോട്ടർമാരുടെ അനുപാതം 900-ന് മുകളിലുള്ളത്. അതിൽ മധേപുര, സഹർസ, വൈശാലി, ഖഗാരിയ, ഭാഗൽപൂർ എന്നീ 5 ജില്ലകളിൽ മാത്രമാണ് 2011-ലെ സെൻസസുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട അനുപാതം നിലനിർത്താൻ സാധിച്ചത്. ഭോജ്പൂർ ഒഴികെയുള്ള സംസ്ഥാനത്തെ 37 ജില്ലകളിലും വനിതാ വോട്ടർമാരുടെ അനുപാതം സാരമായി കുറഞ്ഞിട്ടുണ്ട്. ബീഹാറിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവിലും മുന്നണികളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. SIRന്റെ ഭാഗമായി 22 ലക്ഷത്തിലധികം സ്ത്രീകളുടെയും 15 ലക്ഷത്തിലധികം പുരുഷന്മാരുടെയും പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. കാരണങ്ങളായി ഉദ്യോഗസ്ഥർ പറയുന്നത് പേരുകളുടെ ആവർത്തനം, മരണപ്പെട്ടവരുടെ പേരുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ കുറവ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുന്ന മുന്നണികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ വനിതാ വോട്ടർമാർക്കുള്ള സ്വാധീനം നിർണായകമാണ്. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ സംസ്ഥാനത്തെ 3.5 കോടിയോളം വരുന്ന വനിതാ വോട്ടർമാരുടെ പങ്ക് വലുതാണ്. ഭരണപക്ഷമായ NDAയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ പ്രഖ്യാപനവും പ്രതിപക്ഷമായ മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ വാഗ്ദാനമായ പ്രതിമാസ സാമ്പത്തിക സഹായ പ്രഖ്യാപനവുമെല്ലാം ഈ വനിതാ വോട്ടർമാർക്ക് വേണ്ടിയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ, അല്ലേ?